ബിജു രമേശിന്റെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ തെളിവായി സ്വീകരിച്ച് SP സുകേഷിനെതിരെ കേസെടുക്കാനുള്ള വിജിലൻസ് നിലപാടിൽ വൈരുദ്ധ്യം. ഇതേ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ബാർക്കോഴ കേസിൽ വിജിലൻസ് നേരത്തെ എടുത്ത നിലപാട്. തമ്പാനൂർ രവിയുടെ ഫോൺ രേഖയുടെ അടിസ്ഥാനത്തിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. SP സുകേഷിനെതിരെ അന്വേഷണം നടത്താൻ വിജിലൻസ് അടിസ്ഥാനമാക്കിയത് ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിനിടെ ബിജു രമേശ് നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ്. എന്നാൽ ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ ഇതേ ശബ്ദരേഖ ബിജു രമേശ് തെളിവായി ഹാജരാക്കിയിരുന്നു. ശബ്ദരേഖയടങ്ങിയ CD-യിൽ എഡിറ്റിംഗ് നടന്നതായും ഇതിന് തെളിവ് മൂല്യമില്ലെന്നുമായിരുന്നു വിജിലൻസ് അന്ന് കൈക്കൊണ്ട നിലപാട്. കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ശബ്ദരേഖയുടെ ഒരു ഭാഗം തെളിവായി സ്വീകരിച്ച് അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വൈരുദ്ധ്യം വിജിലൻസിന് വിശദീകരിക്കേണ്ടി വരും. സരിത S. നായരുമായി തമ്പാനൂർ രവി നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ PK രാജു DGPക്ക് പരാതി നൽകിയിരുന്നു. ശബ്ദരേഖ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് DGP പരാതി തള്ളി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും കേസെടുക്കുന്ന കാര്യത്തിൽ DGP തീരുമാനമെടുത്തിട്ടില്ല. ഇതിനിടെയാണ് ബിജു രമേശിന്റെ ശബ്ദരേഖയുടെ മാത്രം അടിസ്ഥാനത്തിൽ സുകേഷിനെതിരെ കേസെടുക്കാൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിക്കുന്നതും അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഉത്തരവിടുന്നതും. വിജിലൻസ് നിലപാടിലെ വൈരുദ്ധ്യം ബാർക്കോഴ കേസിനെയും ബാധിക്കാനിടയുണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.